ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും ഇസ്രായേൽ ചരിത്രവും 222 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. യിരെമ്യാവിന്റെ 2-ാമത്തെ ഭാഗത്തേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. യിരെമ്യാവിനെ പറ്റി പറയുന്നത്, നീ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ആരാകാൻ പോവുകയാണെന്ന് ദൈവം അറിഞ്ഞു. ബാക്കി 5, നീ ജാതികൾക്കും കൂടെ ഒരു പ്രവാചകനായി നിന്നെ നിയമിച്ചു. നിയമിക്കുന്നതെല്ലാം ദൈവമാണ്. ശുശ്രൂഷ നിയമിക്കുന്നതെല്ലാം ദൈവമാണ്. തന്റെ തുടക്കത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. 7-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ താൻ ഇപ്രകാരമാണ് തുടങ്ങുന്നത്: യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഒന്നും താൻ പറയുന്നില്ല. ദൈവം എന്തു പറയുന്നുവോ അത് വിളിച്ചു പറയുന്നല്ലാതെ കൂട്ടിയും പറയുന്നില്ല, കുറച്ചും പറയുന്നില്ല, ചില പൊരുൾ തിരിച്ചും പറയുന്നില്ല. ദൈവം എന്തു പറയുന്നുവോ അതല്ലാതെ വേറെ ഒന്നുമില്ല. എന്താണ് പറയാനായിട്ട് തീരുമാനിച്ചത്? വാതിക്കൽ, ആലയത്തിന് വാതിക്കൽ വരികയാണ്. യഹൂദന്മാർ ആരാധനയ്ക്ക് വരുമ്പോൾ കൂടുതലായിട്ടൊന്നും നീ പറയണ്ട, നിങ്ങളുടെ നടപ്പും പ്രവൃത്തിയും നന്നാക്കുവേൻ, അധികം വാക്കുകളില്ല. യോന പ്രവാചകനെ നിനവേലേക്ക് വിട്ടു. നിനവേലെ ആളിന്റെ പ്രസംഗം ഇത്രയേ ഉള്ളൂ. യോന പ്രവചനം 3-ാം അധ്യായം 4-ാമത്തെ വാക്യം: ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും. വേറൊരു പ്രസംഗമില്ല. ഈ 5-6 വാക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ യോന പ്രവാചകന്റെ പ്രവചനം. അല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. താൻ ഓരോരുത്തർ ചെല്ലുക, ഇത് വിളിച്ചു പറയുക, അതായിരുന്നു തന്റെ ഡ്യൂട്ടി. നമ്മുടെ യിരെമ്യാവിനെ ഏൽപ്പിച്ചതും അത് തന്നെയാണ്. എന്നിട്ട് അടുത്തൊരു ദൂത് പറയുന്നുണ്ട്: നിങ്ങൾ കേട്ടനുസരിച്ചില്ല എങ്കിൽ ഈ ദേശത്ത് പാർക്കയില്ല, നിങ്ങൾ അന്യദേശത്ത് പോകേണ്ടി വരും, നാട് വിടേണ്ടി വരും. ഇതായിരുന്നു തന്റെ ദൂത്. യഹോവയുടെ അരുളപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 20-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം യിരെമ്യാവ് ഈ കാര്യങ്ങളെ പ്രസ്താവിക്കുമ്പോൾ ആലയത്തിലെ പ്രധാന വിചാരകൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആലയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. അത് ഒരു പുരോഹിതൻ കൂടെയാണ്. തന്റെ പേര് പശുഹൂർ പുരോഹിതൻ യിരെമ്യാവിനെ അടിച്ചു. ഒരിക്കലും ഒരു പുരോഹിതനെ അടിക്കാനായിട്ട് പാടില്ല. വിശുദ്ധജീവിതം ചെയ്യേണ്ടവനാണ്. ഇത് യഹോവയുടെ നാമത്തിലാണ് ഈ ആലയത്തിലെ പ്രധാന വിചാരകനായിരിക്കുന്ന ആളുടെ ശുശ്രൂഷ. യഹോവയുടെ അരുളപ്പാട് പറഞ്ഞ യിരെമ്യാവിനെ അടിച്ചു. അടിക്കാൻ പാടില്ല. അടുത്തതായിട്ട് ചെയ്തത് ആമത്തിലിട്ടു. ആമത്തിലിടുന്നത് ഒരിക്കലും ബോധമുള്ളവൻ ഇടിയല്ലോ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭ്രാന്തന്മാരെയാണ് ഇടുന്നത്. ആലയത്തിലെ വാതിക്കലുള്ള ആമത്തിൽ കൊണ്ടുപോയി ഇട്ടു. പക്ഷേ യിരെമ്യാവിന്റെ പ്രവചനം കുറയുന്നില്ല. തനിക്ക് അടി കിട്ടി, ആമത്തിട്ടെങ്കിലും തൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്തിരിക്കുന്ന പ്രവചനം ശക്തമായി പിന്നെയും മുന്നോട്ട് പോകും. അടുത്ത ആഴ്ചയുടെ കട്ടിയുള്ള പ്രവചനം പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ശിക്ഷ കിട്ടും. ബാബേൽ രാജാവിന്റെ കയ്യിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ ഏൽപ്പിക്കും. ശിക്ഷ ഭയങ്കരമാ.
ഈ ദൈവദാസനെ അടിച്ചു, ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും, വാളുകൊണ്ട് കൊന്നുകളയും. നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടാകും. ദൈവം ഒരാൾക്ക് ഒരു പ്രവചന ദൂത് കൊടുത്താൽ അത് ജനമെല്ലാം അംഗീകരിക്കണമെന്നില്ല. ജനം തള്ളിക്കളഞ്ഞാലും ദൈവം കൊടുത്ത ദൂത് വിളിച്ചു പറയും, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. എന്നിട്ട് അദ്ദേഹം അടുത്ത് പറയുന്നത്, വാളിനാൽ കൊല്ലപ്പെടത്തവരുണ്ടല്ലോ, അവരെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി അവരെ അടിമകളാക്കും എന്ന് ഓർത്തുകൊള്ളാൻ പറഞ്ഞു. യിരെമ്യാവിനെ സ്വതന്ത്രനായിട്ട് വിട്ടു. പിന്നെയും യഹോവയായ ദൈവത്തിന് യിരെമ്യാവിനോട് പറയാനുള്ളത്, നീ ആ പ്രവചനം കണ്ടിന്യൂ ചെയ്യുക. എന്തേ? ആലയത്തിൽ വരുന്നവരോട് പറയുക, നടപ്പും പ്രവൃത്തിയും നന്നാക്കുക. നമ്മളാണ് ചോദിച്ചത്, ദൈവമേ, കഴിഞ്ഞ ദിവസം ഞാൻ ആലയത്തിൽ വെച്ച് ഇത് തന്നെ പറഞ്ഞു, അവിടുത്തെ പ്രധാന വിചാരകൻ എന്നെ അടിച്ചു, ആമത്തിൽ എന്നെ ഇട്ട് പൂട്ടി, പിന്നെയും ഞാനത് പറയണോ? ഒന്ന് ദൂത് മാറ്റിത്താ ദൈവമേ, എനിക്ക് അടി കിട്ടാത്ത ദൂതുതാ. അതൊന്നും പറഞ്ഞില്ല. യിരെമ്യാവിനറിയാം യിരെമ്യാവ് ആരാണെന്ന്, യഹോവയായ ദൈവം ആരാണെന്ന് യിരെമ്യാവിന് അറിയാം. നമുക്ക് ഈ അറിവ് മാത്രം മതി, കൂടുതലൊന്നും വലിയ അറിവിലേക്ക് പോകണ്ട. ഞാൻ ആരാണ്? ഞാൻ ആരുടെ ആളാണ്? എന്നെ വിളിച്ച ദൈവം ആരാണ്? ആ ദൈവം സർവശക്തനാണ്. ദൈവവും നാമുമായിട്ട് ഒരകലമില്ലാതെ ഏറ്റവും ചേർന്ന് നിന്നാൽ ഉപദ്രവം കിട്ടും, നന്മ കിട്ടും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടുത്തെ ആയുസ് എന്ന് പറഞ്ഞാൽ 70-80 അത്രയേ ഉള്ളൂ. പിന്നെ ജീവിതം എന്ന് പറയുന്നത് ദുഃഖവും ദുരിതവും വേദനയൊക്കെ ഉള്ള ലോകമാണ്. എന്നാൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൂത് ശക്തമായിട്ട് പ്രസ്താവിക്കണം. നമ്മുടെ യിരെമ്യാവ് ശക്തിയോടെ ദൂത് പ്രഖ്യാപിച്ചു. 38-1 വാക്യം, വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും ദൈവം നിങ്ങളെ ശിക്ഷിക്കും. ജീവനോടെ ശേഷിക്കുന്ന സകലരെയും ബാബിലോണിലേക്ക് കൊണ്ടുപോകും, നിങ്ങൾ അടിമകളായി തീരും. ഇത്ര മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ പ്രവചനം. വലിയ സംഭവങ്ങളെ, ഒത്തിരി സംഭവങ്ങൾ വരുന്ന, ഒരുപാട് ശിക്ഷകൾ വരുന്നായ കാര്യങ്ങളൊക്കെ ചില വാക്കുകൾ കൊണ്ട് മാത്രം ഒതുക്കി യിരെമ്യാവ് കരയുന്ന പ്രവാചകൻ ശക്തനായി പ്രവചിച്ചു. ദൈവം തന്നെ ഏൽപ്പിച്ച ദൂത് ശക്തിയോടെ പറഞ്ഞു. ദൈവജനമേ, ദൈവദാസന്മാരെ, ദൈവം തരുന്ന ദൂതല്ലാതെ സ്വന്തത്തിലിട്ട് നമ്മളൊന്നും പറയരുത്. ദൈവം തരുന്നത് ചിലപ്പോൾ ആളെ അംഗീകരിച്ചില്ലെങ്കിലും ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷ വിശ്വസ്തയോടെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണ്. ഭാരതത്തിലെ ഒരു വലിയ ഉണർവുണ്ടാകുന്നു. നിങ്ങളും അതിൻ്റെ അംഗമാകൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.